ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു തനി നാടൻ ഐറ്റമായ കാച്ചിൽ പുഴുക്കും തൈര് ചട്നിയും ഉണ്ടാക്കുന്നതാണ്. ഈ സമ്മന്തിയും കൂട്ടി ഈ കാച്ചിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുഴുക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഈ കാച്ചിൽ പുഴുങ്ങിയത്. രാവിലെയോ 4 മണി സമയങ്ങളിലോ ഒക്കെ കാച്ചിൽ പുഴുങ്ങി കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റൂട്ട് വെജിറ്റബിൾ ആണ് കാച്ചിൽ. പണ്ടൊക്കെ കേരളത്തിൽ വളരെയധികം കൃഷി ചെയ്തിരുന്ന ഒന്നാണ് കാച്ചിൽ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത്ര പരിചയമില്ലായിരിക്കാം. ഇതിന് ഗ്രേറ്റർ യാം, ബിഗർ യാം എന്നൊക്കെ പറയും. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇതിന് കാവത്ത് എന്ന പേര് പറയാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ്. ഇതിൽ അന്നജം, വൈറ്റമിൻ സി, എ, സോഡിയം, പൊട്ടാസ്യം, നാരുകൾ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇൻഫ്ലമേഷനും പ്രമേഹത്തിനും അതുപോലെയുള്ള പല മാരക രോഗങ്ങൾക്കും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. കാച്ചിൽ പല കളറിൽ വരാറുണ്ട്. ഇത് വൈറ്റ് കാച്ചിലാണ്. വേറെ പർപ്പിൾ യാം എന്ന് പറയും. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിക്കുക. നല്ല വെള്ളക്കാച്ചിലാണിത്. ഇതിന് നല്ല ടേസ്റ്റാണ്. മണ്ണൊക്കെ വരാൻ ചാൻസ് ഉള്ളതിനാൽ പലവട്ടം കഴുകുക. 3 പ്രാവശ്യമെങ്കിലും മിനിമം കഴുകിയെടുക്കുക. ഇതിനെയും ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കഷണങ്ങളെല്ലാം ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുക്കറിന് പകരം ഒരു വലിയ പാത്രത്തിലിട്ട് തിളപ്പിച്ചാലും മതി. കാച്ചിലിൻ്റെ ലെവൽ വരെ വെള്ളം വേണം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇതിനെ അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിക്കാം. പിന്നീട് പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സമ്മന്തി തയ്യാറാക്കാം. ഞാനിവിടെ 1 സവാള, 3 പച്ചമുളക്, 3 ചുമന്ന മുളക് ഇതെല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നു. ഒരല്പം വെള്ളം കൂടെ ചേർക്കുന്നു. ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. ഇതിനെ ഒരു പാത്രത്തിലേക്കാക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കാം. ചില്ലി ഫ്ലേക്സും എല്ലാം ചേർത്തിളക്കിയാൽ നമ്മുടെ സമ്മന്തി റെഡിയായി. നല്ല എരിവും ഇച്ചിരി പുളിയും ഒക്കെയുമുള്ള ഈ തൈര് ചേർത്ത മുളക് ചട്നി വളരെ നല്ലതാണ്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം കാച്ചിൽ വെന്തോന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. ഒരു വലിയ സ്ട്രെയിനർ ഉപയോഗിച്ചാൽ എളുപ്പം നൂറ്റിക്കളയാം. നല്ലതായിട്ട് വെന്ത നല്ല പൊടിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാച്ചിൽ പുഴുങ്ങിയതും തൈര് ചേർത്ത മുളക് ചട്നിയും. അധികം നേരം വെക്കുന്നില്ല, ഞാൻ കഴിച്ചിട്ട് പറയാം. ചൂടായിരുന്നു, കൈ പൊള്ളിപ്പോയി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്താ ടേസ്റ്റ്! നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കാച്ചിൽ പുഴുക്കും ഈ സമ്മന്തിയും കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരും. തീർച്ചയായും കാണണം. താങ്ക് യു.